തേവര കുണ്ടന്നൂർ പാലം 2 ദിവസത്തേക്ക് അടച്ചിടും. ചൊവ്വാഴ്ച രാത്രി 11 മണി മുതൽ 2 ദിവസത്തേക്കാണ് അറ്റകുറ്റപ്പണികൾക്കായി പാലം അടച്ചിടുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായിട്ട്. ശ്യാം, ഈ പാലം അടയ്ക്കുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടോ? അതിനൊരു അനുബന്ധ ക്രമീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ഗതാഗത ക്രമീകരണം വരിക? ദിവിഷ, അതായത് തേവര കുണ്ടന്നൂർ പാലം അത് കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായിട്ട് കുഴി രൂപപ്പെട്ട് വലിയ തോതിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു ഇടം കൂടിയാണ്. ആ ഇടത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഇതിനോടനുബന്ധിച്ചാണ് മരട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ACP ഓഫീസിൽ വെച്ചായിരുന്നു യോഗം. ട്രാഫിക് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2 ദിവസത്തേക്ക് അടച്ചിടാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഗതാഗത കുരുക്ക് ഉണ്ടാകും. പക്ഷേ ആ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ആ തേവരയിൽ നിന്ന് വഴിതിരിച്ച്, അതായത് തേവരയിൽ നിന്ന് MG റോഡിലേക്ക് കയറുന്ന രീതിയിൽ ഗതാഗതം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പാലത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. നിരവധിയായിട്ടുള്ള അപകടങ്ങൾ, ഈ കുഴി പോലും എണ്ണാൻ പറ്റാത്ത അത്രയേറെ ആയിരിക്കുന്നു ഈ പാലത്തിൽ. ദേശീയപാത അധികൃതർ കണ്ണടയ്ക്കുന്ന ഒരു സമീപനമായിരുന്നു ഇത്രയും കാലം നടത്തിയിരുന്നത്. ഇതിനിടയിൽ മഴയത്ത് ടാർ മിക്സിസം ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇട്ടുവെങ്കിലും പക്ഷേ ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ 1.75 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ ദൂരം. ഇത് കടക്കാനായിട്ട് 3 മിനിറ്റ് മാത്രം മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മണിക്കൂറുകളോളം എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. വലിയ തോതിൽ രാവിലെയൊക്കെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടുത്തെ പാലത്തിലെ കുഴികളുടെ എണ്ണം എടുത്താൽ പോലും തീരില്ല, അത്രയേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു അടിയന്തര യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് ഈ പാലം 2 ദിവസത്തേക്ക് അടച്ചിടാൻ, ചൊവ്വാഴ്ച രാത്രി 11 മണിക്ക് അടച്ച് ഈ മെയിൻ്റനൻസ് എല്ലാം തീർത്ത് വെള്ളിയാഴ്ച രാവിലെയോടുകൂടി തന്നെ പാലം തുറന്നു കൊടുക്കാനാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ദേശീയപാത അധികൃതർ പങ്കുവെക്കുന്നത്. ശരി. അപ്പോൾ ആ വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഒന്നുകൂടി പറയുകയാണ്, തേവര കുണ്ടന്നൂർ പാലം 2 ദിവസത്തേക്ക് അടച്ചിടുന്നു. അതായത് ചൊവ്വാഴ്ച രാത്രി 11 മണി മുതൽ 2 ദിവസത്തേക്കാണ് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് ഈ 2 ദിവസം സമയം കൊണ്ട് ഇത് പൂർത്തിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആ വഴിയുള്ള യാത്ര ചെയ്യുന്നവർ വേണ്ട ഗതാഗത മുന്നറിയിപ്പുകളൊക്കെ പാലിക്കുക.